ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ ക്ലാസ്സുകളെല്ലാം തീർന്നതാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഈ സെക്കൻഡ് സെമിസ്റ്റർ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങാം. ഇല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കെല്ലാം ഒരുപാട് പെൻഡിങ് കിടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞതാണ് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഞാൻ എടുക്കുന്നതെന്നുള്ളത്. നമ്മുടെ സിലബസിലുള്ള ഇലക്ട്രോണിക്സ് എന്നുള്ള ടോപ്പിക്ക് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കാരണം അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ഒരു പ്രധാന കാരണം എന്നുള്ളത് നമ്മുടെ ഇതിനകത്തുള്ള സിലബസിൽ അതുപോലെ പ്രാക്ടിക്കൽസിലൊക്കെ ഉള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസിൻ്റെയൊക്കെ തിയറി അതെല്ലാം നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ അങ്ങോട്ട് എടുത്ത് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് നോക്കി നോക്കാം, ഇതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ഹാഫ് വേവ് റെക്ടിഫയർ. എന്താണ് ഈ റെക്ടിഫയർ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കണം. അപ്പോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ദിവസവും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ ലൈൻ കണക്ഷൻ, പവർ കണക്ഷൻ എന്നുള്ളത് AC കറൻ്റ് ആണെന്നുള്ളത്. AC എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് അല്ലേ? കാരണം എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് അതിൻ്റെ പോൾസ് ഓരോ സെക്കൻഡിലും മാറി 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 ഇങ്ങനെ വരും. അതായത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന AC എന്നുള്ളത് പറഞ്ഞത് 50 to 60 ഹെർട്സ് ആണ്. 60 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള AC അല്ലെങ്കിൽ 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള AC ആണ് നമുക്കിവിടെ വീട്ടിൽ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഒരുപാട് അപ്ലിക്കേഷൻസ് എല്ലാം ഉപയോഗിക്കേണ്ടത് നമുക്ക് DC ആണ് ആവശ്യമുള്ളത്. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ DC ഉപയോഗിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ഈ പവർ ട്രാൻസ്മിഷനെല്ലാം AC ആയത്? മറ്റേ DC ആണ് മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻസിനും വേണ്ടത്. ഈവൻ നമ്മുടെ എല്ലാ മൊബൈലിനകത്ത് നമ്മുടെ ചാർജറിനകത്ത് ഒരു അഡാപ്റ്റർ കാണും അല്ലേ? അഡാപ്റ്റർ എന്താ ചെയ്യുന്നത്? അഡാപ്റ്റർ ചെയ്യുന്നത് നമ്മുടെ കാണുന്ന 230 വോൾട്ട് AC-യെ 6 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് DC ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ ആപ്ലിക്കേഷൻസിലും എല്ലാറ്റിനും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു അഡാപ്റ്റർ ആണ്. ഈവൻ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തൊരു അഡാപ്റ്റർ ഉണ്ട്, എല്ലാറ്റിനകത്തൊരു അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയധികം DC ആണ് ആവശ്യമുള്ളതെങ്കിൽ എന്തിനാണ് നമ്മൾ AC നമുക്കിങ്ങനെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഒറ്റ കാര്യം കൊണ്ടാണ്. AC ദൂരത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ഇതൊക്കെ നടത്താനുണ്ട്. അതിന് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള കാര്യം കൂടിയേ തീരൂ. സോ ട്രാൻസ്ഫോമേഴ്സ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുക AC-യിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DC-യിലുണ്ട് ഇൻഡക്ഷൻ ഒക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇൻഡക്ഷൻ കോയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതത്ര എഫിഷ്യൻ്റ് അല്ല. അതിനേക്കാൾ ഏറ്റവും നല്ലതായിട്ട് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യും. സോ പിന്നെ മാത്രമല്ല AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. മറിച്ച് DC AC ആയി കൺവേർട്ട് ചെയ്യാൻ അത്ര ഈസി അല്ല. ഈസി അല്ല എന്നല്ല, ചെയ്യാറുണ്ട്, പക്ഷേ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് AC DC ആക്കി മാറ്റാൻ പറ്റും. സോ വി ആർ യൂസിങ് ആൾട്ടർനേറ്റിംഗ് കറൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ AC DC ആക്കി മാറ്റുന്നതിനുള്ള ഏറ്റവും ബേസിക് സർക്യൂട്ട്സ് അതാണ് ഈ റെക്ടിഫയർ. അപ്പോൾ റെക്ടിഫയർ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. നമുക്ക് റെക്ടിഫയറിൽ AC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയുള്ളൊരു സർക്യൂട്ടാണ് അല്ലേ? ഇതെങ്ങനെയാണ് അതിൻ്റെ സിഗ്നൽ വരുന്നത്? അതായത് അതങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനെ മാറ്റിയിട്ട് DC എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വോൾട്ടേജ് അല്ലേ? ഇത് 6 വോൾട്ടാണെന്ന് വെച്ചാൽ 6 വോൾട്ട് ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ പോകും. ഈ ലൈനിൽ കൂടെ 6 വോൾട്ടായിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ മാറ്റുന്ന ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ടിനെയാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ പലതരം റെക്ടിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ഓരോ റെക്ടിഫയർ സർക്യൂട്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം പഠിക്കാം. ആദ്യമായിട്ട് പഠിക്കാനുള്ള ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് സെമി കണ്ടക്ടർ ഡയോഡ്. അപ്പോൾ എന്താണ് ഡയോഡ്? സെമി കണ്ടക്ടർ ഡയോഡ് എന്താണ്? അതിൻ്റെ ഫോർവേഡ് ബയാസിങ് എന്താണ്? റിവേഴ്സ് ബയാസിങ് എന്താണ്? അതൊക്കെ എല്ലാവരും +2 പഠിച്ചതാണ്. പക്ഷേ എന്നാൽ പോലും ഞാനൊന്ന് റിവൈസ് ചെയ്യാം. ഒരു സെമി കണ്ടക്ടർ ഡയോഡിൽ ഇങ്ങനെ 2 റീജിയൻസ് ഉണ്ടാവും. ഒരു P റീജിയൻ ഉണ്ടാവും, ഒരു N റീജിയൻ ഉണ്ടാവും. ഓക്കെ, P റീജിയനും N റീജിയനും ഉണ്ടാവും. അതിനകത്ത് ഈ P റീജിയനിലേക്ക് ഒരു പോസിറ്റീവ് ടെർമിനലും N റീജിയനിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ then the diode is set to be in forward biasing mode. ഫോർവേഡ് ബയാസിങ് മോഡായി മാറും. ഓക്കെ, ഡയോഡ് ഫോർവേഡ് ബയാസിങ് മോഡായി മാറും. അതായത് ഇത് സർക്യൂട്ട് ഇങ്ങനെയാണ്. സർക്യൂട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കൃത്യമായിട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നിങ്ങളുടെ ഡയോഡിൻ്റെ ഒരു കേട്ടോ, ഇതാണ് നിങ്ങളുടെ ഡയോഡിൻ്റെ ഒരു സിമ്പൽ. ഇങ്ങനെയാണ് ഡയോഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഡയോഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വാട്ട് യു ഡു ഈസ് ലൈക്ക്
ഇങ്ങനെ ഉണ്ടാവും ഒരു ലൈൻ, ഒരു ആരോ, ഒരു വര. ഈ ഭാഗം കണ്ടില്ലേ, ഇതാണ് പി, ഇതാണ് എൻ. ഇനി ഇങ്ങനെ ഡയോഡ് നമ്മുടെ അടുത്തുണ്ട്. സോ ഇങ്ങനെ ഡയോഡ് ഉണ്ട്. ഓക്കെ, ഈ ഡയോഡിലേക്ക് ഞാൻ അങ്ങനെ ബാറ്ററി കൊടുത്തു. അതായത് പോസിറ്റീവ് റീജിയൻ, വലിയ വര, ബാറ്ററിയുടെ വലിയ വര പോസിറ്റീവാണ്. പോസിറ്റീവ് പിയിലേക്കും നെഗറ്റീവ് എന്നിലേക്കും കൊടുത്തു. ദെൻ ദിസ് ഈസ് സെറ്റ് ടു ബി ഇൻ ഫോർവേഡ് ബയാസിങ്. അപ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് വളരെ സ്മോൾ ആവും ആൻഡ് ഇറ്റ് വിൽ ആക്ട് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. അതായത് ദിസ് വിൽ ആക്ട് ആസ് സംതിങ് ലൈക്ക് ദിസ്. ഇത് ഞാൻ എല്ലാം പറയുന്നൊരു അപ്രോക്സിമേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഡയോഡ് ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഡയോഡ് ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫോർവേഡ്, അതായത് ആ ഒരു ഭാഗത്ത് കൂടെ അവിടെ വേറൊരു കമ്പോണൻ്റ് ഇല്ല എന്നുള്ള മട്ടിൽ കൊടുത്താൽ ഇതിൽ കൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. സോ ഇതൊരു ക്ലോസ് സർക്യൂട്ടായിട്ട് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സർക്യൂട്ടല്ല, ക്ലോസ് സർക്യൂട്ട്. ഓക്കെ, സോ ഒരു ക്ലോസ് സർക്യൂട്ടായിട്ട് ഇത് കൂടെ അങ്ങനെ പോകും. ഇത് കൂടെ വളരെ ഇതിനകത്ത് റെസിസ്റ്റൻസ് എല്ലാം പോകും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇതിൽ കൂടെ കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്ത് പോകും. സോ ദിസ് വിൽ ആക്ട് ആസ് സംതിങ് ലൈക്ക് എ ക്ലോസ് സർക്യൂട്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇത്രയും ഉണ്ടാവുന്നുള്ളൂ. ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറും. അതായത് ദിസ് വിൽ ഓഫർ എ ഹൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് കൂടെ അങ്ങോട്ട് കറണ്ട് കടത്തി വിടില്ല. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു റെക്ടിഫയറിൻ്റെ ആക്ഷൻ പഠിക്കാം. അപ്പോൾ എന്താണ് റെക്ടിഫയർ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസിങ്. സോ ഇത് ഇങ്ങനെയുള്ള ഇത് പറയാൻ മറന്നുപോയി. സോ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഇതിനെ പറയും റിവേഴ്സ് ബയാസിങ്. അപ്പോൾ റിവേഴ്സ് ബയാസിങ്ങും ഫോർവേഡ് ബയാസിങ്ങും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് പഠിക്കണം. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയോഡൊക്കെ ചെയ്യാനുണ്ട്. എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഡയോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡയോഡ് തരുന്നത്, ഡയോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങനെ ഒരു സിലിണ്ടർ പോലെ രൂപത്തിലാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു ഇതാണ് ഈ കാണുന്നത്, വരയ്ക്കുന്നത് വലിയതുപോലെയാണ്. നമ്മളിതുപോലെ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു സൈഡിൽ മാത്രം, ഇവിടെയൊക്കെ വളരെ ഡാർക്കായിരിക്കും, ഇങ്ങനെ കറുത്ത നിറത്തിലാണ് ഉണ്ടാവുക. ഡയോഡ് ഒരു ബ്ലാക്ക് കളറിലാണ് ഡയോഡ് ഉണ്ടാവാറ്. ഒരു സൈഡ് മാത്രം നോക്കുമ്പോൾ ഒരു വെള്ള വര കാണാം, വൈറ്റ് ലൈൻ, അല്ലെങ്കിൽ ഒരു സിൽവർ കളറിലുള്ള ലൈൻ കാണാം. ആ സിൽവർ ലൈൻ വരുന്ന ഭാഗമാണ് എൻ റീജിയൻ, മറ്റ് ഭാഗം പി റീജിയൻ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഡയോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ ഡയോഡ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് എവിടെയാണ് സിൽവർ ലൈൻ എന്ന് ശ്രദ്ധിച്ച് നോക്കണം. ചിലപ്പോൾ ഈ സിൽവർ ലൈനൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സിൽവർ ലൈൻ ഉള്ള ഭാഗമാണ് എൻ റീജിയൻ, മറ്റ് ഭാഗം പി റീജിയൻ. അത്രയും ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. സോ പി എൻ ജംഗ്ഷൻ ഡയോഡ് അതൊക്കെ +2 നിങ്ങൾ പഠിച്ചതാണ് എന്നുള്ള അസംഷനിലാണ് ഞാൻ പോകുന്നത്. നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റെക്ടിഫയറും ഇതൊക്കെയാണ് സിലബസിൽ അത്രയാണ് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ റെക്ടിഫയർ സർക്യൂട്ട്. ഞാനിവിടെ കൊടുത്ത ഇങ്ങനെ ഒരു സർക്യൂട്ട് നോക്കൂ. ഇതൊരു സിഗ്നലാണ്. ഓക്കെ, ഈ സിഗ്നലിൻ്റെ പ്രത്യേകത എന്താണ്? This is an alternating signal, അല്ലേ? This is an alternating signal. It is an alternating signal, അല്ലേ? അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ ആയതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, AC ആണത്, AC കറണ്ടാണ്. ഇവിടെ 0 ആണ്. ഒരു VM എന്നുള്ള മാക്സിമത്തിലേക്ക് പോകണു. അതിങ്ങനെ കുറഞ്ഞു വന്നിട്ട് -VM പോകണു, അങ്ങനെ വരുന്നു. അതായത് T എന്നുള്ള ടൈം കൊണ്ട് ഇത് ഒരു ഫുൾ സൈക്കിള് വരുന്നു. ഇത്രയും ഭാഗം കൊണ്ട് ഹാഫ് സൈക്കിൾ. ഓക്കെ, നൗ ഇങ്ങനെയുള്ള ഒരു സിഗ്നൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതുപോലുള്ള സർക്യൂട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഈ കാണുന്നുണ്ട് VO എന്നുള്ള, ഇതാണ് ഔട്ട്പുട്ട്. ഇതാണ് ഔട്ട്പുട്ട്. ഇവിടെ എന്താണ് കിട്ടുക നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ ഓരോ പാർട്ടായിട്ടാണ് അത് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ഭാഗം മാത്രം എടുക്കണം, കണ്ടോ? അതായത് ഇപ്പോൾ ഈ ഭാഗത്തിന് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഈ വരയുടെ നമ്മുടെ ആക്സിസിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ആക്സിസിൻ്റെ മുകളിലുള്ളതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. സോ ദർ ഇസ് എ പോസിറ്റീവ് വോൾട്ടേജ്.
അപ്പോൾ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഇങ്ങനെ ഇത്രയും ഭാഗത്ത് പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നൗ അവിടെ കൊടുത്ത ആ ഇൻപുട്ട് വോൾട്ടേജിനെ ലെറ്റ് വി ഐ ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആൻഡ് ഫ്രീക്വൻസി ഉണ്ട്, അതിനകത്തൊരു ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നൗ ലെറ്റ്സ് അനലൈസ് ഇറ്റ്. ഇത്രയും ഭാഗം ഇവിടേക്ക് വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം നോക്കാം. ആദ്യം ഈ ഭാഗം മാത്രം എടുത്ത് നോക്കുകയാണ്. ഓക്കെ, അതായത് ആദ്യം 0 വന്നു, എന്നിട്ട് മെല്ലെ 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 കൂടി കൂടി വരുന്നു പോസിറ്റീവ്, വി എം മാക്സിമമായി, എന്നിട്ട് കുറഞ്ഞു കുറഞ്ഞു വന്ന് 0 ആയി. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിനകത്ത് ഉണ്ടാവുക? അതിനുണ്ടാവാൻ ആദ്യം ആലോചിക്കേണ്ടതാണ് നമ്മുടെ ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ അല്ലേ? ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ എന്തായിരുന്നു? ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിൽ ഇങ്ങനെയായിരുന്നു, ഒരു ഡയോഡ് ഇങ്ങനെ വന്നു, നേരെ ഇങ്ങനെ കൊടുത്തു അല്ലേ, പോസിറ്റീവ് വോൾട്ടേജ് ഇങ്ങനെ ഉണ്ട്. ദിസ് വിൽ ആക്ട് ആസ് സംതിങ് ലൈക്ക് എ ക്ലോസ് സർക്യൂട്ട് അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാ ഇവിടെ ഡയോഡ് ഇരുന്ന ഭാഗത്ത് ഇതൊരു ഈ ഡയോഡ് ഇല്ലാതെ മാറ്റില്ല, അതായത് ഡയറക്റ്റ് കണക്ഷനുള്ള പോലെ തന്നെ പോകും. സോ ദാറ്റ് ഈസ് എ ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ. അപ്പോൾ ഇതൊരു ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ. കാരണം എന്താണ്? പി പാർട്ടിനോട് ചേർന്ന് പോസിറ്റീവ് വരുന്നു, ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവാണ്. അത് ഞാൻ വേണമെങ്കിൽ സർക്യൂട്ട് ഞാനൊന്ന് റീഡ്രോ ചെയ്ത് വരച്ച് തരാം. സോ എക്സാക്ട് സർക്യൂട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മേ ബി ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് ഡ്രോ ഇറ്റ് ഹിയർ. സോ നമ്മുടെ കയ്യിൽ അങ്ങനൊരു സർക്യൂട്ട് ഉണ്ടാവും. ദിസ് എ സി സപ്ലൈ. ഓക്കെ, ഈ സപ്ലൈയിൽ നിന്ന് ഇതിങ്ങനെ ഇവിടേക്ക് പോകണു. ആൻഡ് ദർ ഈസ് എ ട്രാൻസ്ഫോം. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോമറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രാൻസ്ഫോമറിനെയാണ് ഉദ്ദേശിക്കുന്നത്, അത് മറക്കരുത്. ദിസ് ഇസ് എ ട്രാൻസ്ഫോമർ. നൗ ഇത് ഇവിടേക്ക് വന്നു. ദർ ഈസ് എ ഡയോഡ്. ഞാൻ അല്പം ഷെയ്ഡ് ചെയ്തിട്ടൊക്കെ വരയ്ക്കുകയാണ്. ഇതിങ്ങനെ പോയി അവിടെ ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലോഡ് റെസിസ്റ്ററിന് എക്രോസ് ആയിട്ട് വോൾട്ടേജ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോ വി ഔട്ട് എടുത്ത് നോക്കാം. ഓക്കെ, എ ബി എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട്. ഈ കാണുന്നത് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 230 വോൾട്ട് എ സി ആണെങ്കിൽ ഇത് പിന്നെ ഇതിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു 6 വോൾട്ട് എ സി എന്തെങ്കിലും ആക്കി മാറ്റും. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നമ്മളെല്ലാതിനകത്തും ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അതിനെ കൊടുത്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരണം ഈ എ ബി. ഇതിനെ നേരെ എനിക്ക് വേണമെങ്കിൽ ഈ പോയിന്റിനെ വേണമെങ്കിൽ എനിക്ക് ഗ്രൗണ്ട് എന്ന് പറയാം. കാരണം ഈ വിത്ത് റെസ്പെക്ട് ടു ഈ പോയിന്റിനെയാണ് ഞാൻ എപ്പോഴും മെഷർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും നമ്മുടെ സർക്യൂട്ടിൽ. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഗ്രൗണ്ട് വി ആർ മെഷറിങ് ദ വോൾട്ടേജ്. ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുക. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് പിന്നെ സർക്യൂട്ട് ഒന്നുകൂടി നോക്കി നോക്കാം. സോ ഇവിടെ ഇങ്ങനെ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് ഓരോ പോയിന്റ് ഓരോന്നായിട്ട് നോക്കി നോക്കാം. പോസിറ്റീവ് ഇവിടെ വന്നു. അപ്പോൾ ഇതൊരു ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിലെ പോസിറ്റീവ് പിയോട് ചേർത്തു, നെഗറ്റീവ് എന്നോടത്തേക്കും വന്നു അല്ലേ? അപ്പോൾ ഇതൊരു ഫോർവേഡ് ബയാസിങ് കണ്ടീഷനാണ്. എന്താണ് എഫക്റ്റ് ഉണ്ടാവുക? ഈ കാണുന്ന ഡയോഡ് മാറിയിട്ട് അവിടെ ഒരു ലൈൻ, ഡയറക്റ്റ് ലൈൻ ആവും. അതായത് ഡയോഡ് ഇല്ലാതെ വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ഇത് ഇവിടെ ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നത് പോലെയാവും. സോ ആസ് എ റിസൾട്ട് ദ ഡയോഡ് കണ്ടക്ട്സ് വിത്ത് എ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ കണ്ടക്ട് ചെയ്ത് പോകുമ്പോൾ ഇതിനകത്തേക്ക് ഇത് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ അങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ കൂടുന്നതെന്ന് വെച്ചിട്ട് ഇതിൽ കൂടെ വോൾട്ടേജ് ഇങ്ങനെ കൂടും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഔട്ട്പുട്ട് എങ്ങനെ വരണം നോക്കാം. ഔട്ട്പുട്ട് താഴെ വരച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഈ ഇൻപുട്ട് ഇതിങ്ങനെ വരണതെന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നു, എന്നിട്ട് ഇങ്ങനെ വന്നു ഉണ്ടോ. അതവിടെ ഒരു പോസിറ്റീവ്, ഇതിവിടെ ഒരു ഡയറക്റ്റ് കണക്ഷനായി മാറി. സോ അങ്ങനെ വരും. ഇതുവരെ ഇത് കൃത്യമായിട്ട് അങ്ങോട്ട് പോകും. സോ ഇവിടുന്ന് ഇങ്ങനെ ഇവരെ വരും. അതായത് 0 to T/2 എന്ന് വരുന്ന അത്രയും വരെ, അതായത് ഈ റീജിയൻ വരെ കണ്ടോ, ഞാൻ വരച്ചിട്ടില്ലേ, 0 to T/2 ഇത്രയും വരെ ഇതിനകത്ത് സർക്യൂട്ട് എന്താ ഇതിങ്ങനെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്തായി കിട്ടി? ഇങ്ങനെ ഒരു പൾസ് കിട്ടി. ഓക്കെ,
മാക്സിമം ഇൻപുട്ട് എങ്ങനെയാണോ അതേപോലെ പൾസ് കിട്ടി. ഇനി ബാക്കി ഭാഗം നോക്കാം. ഇനി വേണ്ടത് T/2 മുതൽക്ക് T വരെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. T/2 വെച്ചിട്ട് T വരെ വരുമ്പോൾ എന്താണ്ടായി, ഇവിടെ വെച്ച് 0 ആയി, ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവായി, അങ്ങനെ കുറഞ്ഞിട്ട് -Vm ആയി, എന്നിട്ട് ഇങ്ങനെ വന്നു കൂടി വന്ന് 0 ആയി. അതായത് നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഇവിടെ വരിക. കണ്ട, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വോൾട്ടേജ് നോക്കൂ, ഇവിടെ നോക്കി നോക്കൂ, VI എന്നുള്ളത് നെഗറ്റീവാണ്. അതായത് നേരത്തെ കറണ്ട് ഇങ്ങനെ പോയാൽ ഇപ്പോൾ ഇനി കറണ്ട് ഇങ്ങനെ വരും, പോസിറ്റീവ് ഇങ്ങോട്ടും നെഗറ്റീവ് ഇങ്ങോട്ടും. അപ്പോൾ എന്താ ഉണ്ടാവുക, ഈ പോസിറ്റീവ് വന്നിട്ട് N-നോടും നെഗറ്റീവ് വന്നിട്ട് P-യോടും ചേർന്നു. പോസിറ്റീവ് N-നോടും നെഗറ്റീവ് വന്നിട്ട് P-യോടും ചേർന്നു. എന്താണ് ആ കണ്ടീഷൻ പറയുക? ദാറ്റ് ഈസ് ദ റിവേഴ്സ് ബയാസിങ് കണ്ടീഷൻ. പോസിറ്റീവ് N-നോടും നെഗറ്റീവ് P-യോടും ചേർന്നു. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, ദിസ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. അവിടെ ഹൈ റെസിസ്റ്റൻസ് ആവും, അതായത് ഇതിനകത്തൂടെ കറണ്ട് കടന്നാട് പോവില്ല. ദാറ്റ് വിൽ ആക്ട് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. കണ്ടോ, ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ്ടാവുക, സർക്യൂട്ടിനകത്ത് ഓപ്പൺ ആയി കഴിഞ്ഞു പറഞ്ഞാൽ എന്താണ്ടായി, നമ്മൾ കീ ഉരി കഴിഞ്ഞാൽ എന്താണ്ടാവുക, ദർ വോണ്ട് ബി എനി കറണ്ട്. സോ ഈ ഭാഗത്ത് T/2 to T വരെ ഇത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഔട്ട്പുട്ട് എന്തായി, ഔട്ട്പുട്ട് വിൽ ബി 0 വോൾട്ട്. ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യില്ല, ഇത്രയും ഭാഗത്ത് 0 വോൾട്ട്. അപ്പോൾ ടോട്ടൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോണതാണ് അല്ലേ. അത്രയും വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് എത്ര മാത്രമാണ്, ഒരു ഫസ്റ്റ് പാർട്ട് ഈ ഭാഗം മാത്രമേ കിട്ടുള്ളൂ, ബാക്കി ഭാഗം കണ്ടക്ട് ചെയ്യില്ല. ദാറ്റ് ഈസ് എ നോൺ കണ്ടക്ഷൻ റീജിയൻ. ഇത് കണ്ടക്ഷൻ റീജിയൻ ആണ്, ഇത് നോൺ കണ്ടക്ഷൻ റീജിയൻ. കേട്ടോ, ഈ ഭാഗം അങ്ങനെയാണ് അത് വരുന്നത്. സോ നമ്മളിങ്ങനെ പൾസ് അങ്ങനെ കൊടുത്തു നോക്കി. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് അങ്ങനെ വന്ന് കുറഞ്ഞു, പിന്നെയും കൂടി, പിന്നെയും കുറഞ്ഞു, ഇങ്ങനെ വന്നു. റിസൾട്ട് എന്തുണ്ടായി, ആദ്യത്തെ ഭാഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഓക്കെ കിട്ടി. ഇത്രയും ഭാഗത്തോ കണ്ടക്ട് ചെയ്തില്ല, ഈ ഭാഗം പിന്നെയും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, ഈ ഭാഗം കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഒരു സൈക്കിളിനകത്ത് ഹാഫ് പൾസ് കിട്ടി. കേട്ടോ, 2 സൈക്കിളായപ്പോൾ 2 പൾസ് കിട്ടി. അപ്പോൾ ഓരോ പൾസുകളുടെ ഹാഫ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിൽ മാത്രമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് അവിടെ ഔട്ട്പുട്ടും വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇൻപുട്ട് കൊടുത്തത് എന്താണ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവ് മാറി പോണ ഒരു വോൾട്ടേജ്. ഔട്ട്പുട്ട് കിട്ടിയതോ പോസിറ്റീവ് ആയിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട്. നമുക്കിതിനെ വേണമെങ്കിൽ ആവറേജ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 0.318 Vm സംതിങ് ഒക്കെ വരും. നമ്മളൊരു മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ നമ്മളൊരു DC വോൾട്ട് മീറ്ററോ എന്തെങ്കിലും വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് കിട്ടുക. സോ നമുക്കത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു DC വോൾട്ടേജ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്ററിൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്കൊരു DC ആയിട്ട് കിട്ടി. പക്ഷേ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വേണ്ട എന്താണ്, ഇങ്ങനെ പൾസ് ആയിട്ടുള്ളതല്ല, പകരം നമുക്ക് വേണ്ടത് ഒരു ഡയറക്റ്റ് ഇങ്ങനെ ഒരു ലൈനാണ് വേണ്ടത്. അങ്ങനെയുള്ള ലൈനാണ് നമ്മുടെ കഴിയുന്നത്. നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ലൈനാണ് കിട്ടുക അല്ലേ. അപ്പോൾ അങ്ങനെ ലൈൻ ഇവിടെ കാണുന്നില്ല. എന്താണ് അതിൻ്റെ പ്രശ്നം? ഇവിടെ നമുക്ക് വേണ്ടത്, അതായത് ഇങ്ങനെ ലൈൻ കിട്ടുന്നതിന് പകരം കിട്ടിയത് ഇങ്ങനെ അല്ലേ. സോ ദാറ്റ്സ് നോട്ട് വി വാണ്ട്. നമുക്ക് ഡയറക്റ്റ് ലൈൻ ആയിട്ടാണ്, അതായത് കൊടുക്കുന്നത് ഇങ്ങനെ ആയിക്കോട്ടെ, ഈ പറയുന്ന ഇങ്ങനെയാണ് DC ഇതായിട്ട് കൊടുത്തോട്ടെ കേട്ടോ, അങ്ങനെ കൊടുക്കാം. കാരണം നമ്മുടെ AC അങ്ങനെയാണ്. ഔട്ട്പുട്ട് എന്ത് കിട്ടണം, ഒറ്റ ലൈനായിട്ട്, അതായത് വെറും വോൾട്ടേജ് നമുക്ക് 6 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അതായത് കോൺസ്റ്റൻറ്റ് 6 വോൾട്ട് ആയിട്ട് അതിനെ കൃത്യമായിട്ട് ആ വേവിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വേവ് കൃത്യമായിട്ട് ഒരു വേരിയേഷനും ഇല്ലാതെ അതുപോലെ ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ പോണ വോൾട്ടേജ് ആയിട്ട് കിട്ടണം. അതെങ്ങനെയാണ് കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില സ്പെഷ്യൽ സർക്യൂട്ടുകൾ ഉപയോഗിക്കേണ്ടി വരും. ദാറ്റ് ഈസ് നോൺ ആസ് ഫിൽട്ടർ സർക്യൂട്ട്സ്. Okay, so we need to have filter circuits for getting a proper value of DC. അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. ഇതിങ്ങനെ പൾസേറ്റിംഗ് കറണ്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ പൾസേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ
that is equal to the supply frequency. So you need to have a good filtering circuit to eliminate this. അടുത്തത് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഇതിൽ പവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതോ വെറും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമാണ്. സോ ദ പവർ ഈസ് ഹാഫ്, ഓൺലി ദ ഹാഫ് പാർട്ടാണ് നമുക്കത് കൊടുക്കുന്നത്. സോ ദ എഫിഷ്യൻസി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഈസ് റിയലി ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ problem with the this one, the half wave rectifier. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ റെക്ടിഫയർ എഫിഷ്യൻസി, സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ റെക്ടിഫയർ എഫിഷ്യൻസി. സോ ദ റെക്ടിഫയർ എഫിഷ്യൻസി അതിനെ ഞാൻ ഈറ്റ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സി പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എ സി പവർ. ഓക്കെ, ഇൻപുട്ട് എ സി പവർ. നമുക്കപ്പോൾ ഇതിനൊരു എക്സ്പ്രഷൻ എഴുതി ഉണ്ടാക്കുക തന്നെ വേണം. ഓക്കെ, എക്സ്പ്രഷൻ എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് let's find out the value. അപ്പോൾ ഞാൻ അതിന് വോൾട്ടേജിന് എടുക്കുകയാണ്. ലെറ്റ് വി ഈസ് ഈക്വൽ ടു വി എം സൈൻ തീറ്റ ബി ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ആർ എഫ് എന്ന് പറയുന്ന ഡയോഡ് റെസിസ്റ്റൻസും ആൻഡ് ആർ എൽ എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസും ഇതിനകത്തുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഡി സി പവർ ഫസ്റ്റ്. നമുക്കറിയാം ഡി സി പവർ ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഡി സി പവർ കണ്ടുപിടിക്കാം. സോ ഡി സി പവർ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഐ ആവറേജ് കാണണം. എന്താണ് ഈ ഐ ആവറേജ് എന്ന് നോക്കാം. ഇതാ ഇവിടെ കണ്ടില്ലേ, ഒരു സൈക്കിളിനകത്ത് ഇത്രയും ഭാഗം മാത്രമാണ് ഇതിനകത്ത് ഔട്ട്പുട്ട് വരുന്നത് അല്ലേ. ഔട്ട്പുട്ട് വരുന്നത് ഇത്രയും ഭാഗം മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിളിനകത്ത് ഇത് ഡെലിവർ ചെയ്യുന്ന ആവറേജ് പവർ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദ ആവറേജ് പവർ ഈസ് ഗിവൺ ബൈ ഐ ഡി സി. അതിനാണ് ഐ ഡി സി എന്ന് പറയുന്നത്. 1/2π integral 0 to pi I d theta. I എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I. അതായത് ഞാൻ ചെയ്ത് ഇത്രയാണ്, ഈ ഫുൾ സൈക്കിളിനെ വെച്ചിട്ട് ഞാൻ ആവറേജ് കാണാം. സോ 1/2π 0 to pi then pi to 2π ചെയ്യണം. pi to 2π ഈ ഭാഗത്ത് 0 ആയതുകൊണ്ട് എനിക്ക് 0 to pi മാത്രം ചെയ്താൽ മതി. 0 to pi I d theta. സോ ദാറ്റ് വാല്യൂ നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം നമുക്ക് ആദ്യം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2π integral 0 to pi I എന്ന് പറഞ്ഞാൽ വി എം sin theta by RF plus RL d theta. This is equal to Vm by 2pi into RF plus RL into integral 0 to pi sin theta d theta. Okay, ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഞാൻ ഇൻ്റഗ്രേഷൻ സ്റ്റെപ്സിലേക്ക് കടക്കുന്നില്ല, ഇത് വളരെ സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ്. ആൻഡ് ദ ആൻസർ വിൽ ബി, ഇത് മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദിസ് ഈസ് ഈക്വൽ ടു വി എം ബൈ ആർ എഫ് പ്ലസ് ആർ എൽ ഇൻറ്റു 1/π എന്നാണ്. ഓക്കെ, ഇനി ഈ സാധനം വി എം ബൈ ആർ എഫ് പ്ലസ് ആർ എൽ ഇൻറ്റു പൈ. ഓക്കെ, അതിനെ എനിക്ക് ഐ എം എന്ന് എഴുതാം.
Okay, that means this is equal to Im by pi. Now DC power കാണാം. DC power is equal to I square RL, അല്ലേ? I square DC into RL, that is equal to Im by pi whole square into RL. That will be equation 1. അടുത്തത് AC power input കാണാം. So AC power PAC is equal to I square RMS into RF plus RL. ഇനി ഹാഫ് വേവ് റെക്ടിഫയർ വേവിന് IRMS എത്രയാണ് നോക്കാം. IRMS for a half wave rectifier, that is equal to, അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് വളരെ ഈസിയാണ്. IRMS വാല്യൂ അതെല്ലാവരും പലപ്പോഴും മുമ്പ് ചെയ്തിട്ടുള്ളതുമാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു Im by 2. ഇത് പ്ലസ് ടുവിൽ പഠിച്ചതാണ് അല്ലേ? പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് പോകുന്നില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു PAC is equal to Im by 2 whole square into RF plus RL. അപ്പം റെക്ടിഫയർ എഫിഷ്യൻസി കാണാം. സോ റെക്ടിഫയർ efficiency eta is equal to DC power output power, അല്ലേ? അത് എത്ര കിട്ടിയത്? Im by pi whole square into RL whole divided by AC power input Im by 2 whole square into RF plus RL. Im സ്ക്വയർ മുകളിലും താഴത്തായിട്ട് കട്ട് ചെയ്ത് പോയി. ബാക്കി വരുമ്പോൾ അതിനകത്ത് പൈയും 2 ഒക്കെ കൂടി ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ 0.406 into RL divided by RF plus RL. അല്ലെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ഇതിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 0.406 by 1 plus RF by RL. സാധാരണ അതിൽ RF എന്തെയും RL നോക്കും. ഈ RF by RL ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ സാധനം ഇത് സാധാരണ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് റിജക്റ്റ് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെക്ടിഫയർ എഫിഷ്യൻസി ഈറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി 40.6% എന്ന് വരും. അതായത് മാക്സിമം റെക്ടിഫയർ എഫിഷ്യൻസി എത്ര വരുന്നത്? 40.6%. അതായത് മൊത്തം പവർ കൊടുത്തതിൻ്റെ 40% പവർ മാത്രമാണ് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ പറ്റിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇതൊന്ന് നോക്കി വരിക. ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ ഫുൾ വേവ് റെക്ടിഫയർസ് എടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.